ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. അമ്മ എന്തമ്മ കാട്ടുന്ന്? ചായ കുടിച്ചാ? ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഞാനിതേവിടെ ദോശ ഇട്ടോണ്ടിക്ക. കൊഴപ്പൊന്നുമില്ല. പിന്നെന്താണ് അവിടെ നിന്ന് പിള്ളേരൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ? ഇത്തന്മാരൊക്കെ വന്നിട്ടുണ്ടാ? ശരി ശരി. ഇല്ല, ഇനിയിപ്പോ ദോശ ചുടണം. ഇവിടെ ഉള്ള ഒരാള് എണിച്ചിട്ട് തന്നെ ഇല്ല. എന്താ ചെയ്യാ? ഞാനപ്പോ ദോശ ഇട്ടിട്ട് കഴിക്കാലെന്ന് വെച്ചിട്ട് ഇങ്ങനെ അടുക്കളക്ക് കയറിക്ക. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നു. അവരൊക്കെ എപ്പോഴാ എത്തിണ്ടായിരുന്നു? വൈകുന്നേരം എത്തിണ്ടായിരുന്നു ഇന്നലെ? അത് ഉച്ചക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്ന? വൈകുന്നേരം എത്തിയില്ലേ? ശരി ശരി. ഇവിടെ ഉള്ള ഒരാളെ കുറിച്ച് ചോദിക്കൊന്നും വേണ്ട. അത് എണീക്കാന് ഒരുപാട് സമയം പിടിക്കും. അമ്മായിമ്മ അവർക്ക് സുഖന്യ 10 മണി കഴിഞ്ഞാലല്ലേ എണീക്കാന് നേരം വെളുക്കുള്ളൂ. എനിക്ക് ചൂടാൻ വേണ്ടിട്ട് അടുക്കളക്ക് കയറിയതാ. 2 ദോശ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് വേണം വേറെ വല്ലതും ചെയ്യാൻ. മനുഷ്യന് വിശന്നിട്ട് പാടില്ല. അവർക്ക് എന്തിനാ ഞാൻ ഉണ്ടാക്കി കൊടുക്കണോ? ഒക്കെ വേണമെങ്കിൽ വന്ന് ഉണ്ടാക്കി കഴിക്കും. ഇനിയിപ്പൊ അതിന്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. ബാക്കി എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. അവര് വേണമെങ്കിൽ എണിച്ചിട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്മ. ഇതിപ്പോ ഞാൻ അവർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാനും നിൽക്കല്ലേ ഇപ്പൊ ഇവിടെ. എനിക്ക് വിശന്നപ്പോണ്ട് പോന്നതാണ് 2 ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചിട്ട്. ഇന്ന് രാവിലെ എണിച്ചിട്ടൊന്നും ഉണ്ടാക്കി വെക്കണമെന്നില്ല, ഒന്നുമില്ല. ഒക്കെ ഏതെങ്കിലും നേരത്തിന് എണിച്ച് വരും. വയ്യാകുന്ന പറഞ്ഞിട്ട് ഏത് നേരം ഒരു വയ്യാവിന്റെ പറച്ചിലും ഉണ്ട്. അവിടെ രാവിലെ അവരുടെ കാര്യം പറയണ്ടുണ്ട്. പിന്നെന്താണ്, പിള്ളേരൊക്കെ വന്നേരം നല്ല ഉഷാറായിരിക്കൂല്ലേ? പേരെന്ന് പറഞ്ഞ ആൾക്കാരായിരിക്കൂല്ലേ? മനുഷ്യന് അങ്ങോട്ട് വരണം എന്നൊക്കെ ഉണ്ട്. വരാൻ പറ്റേണ്ടത്. ഇവിടെ ഒരാളെയും വിട്ടിട്ട് എങ്ങനെയാ ഞാൻ വരിക? താത്തന്മാരുടെ അടുത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയി നിൽക്കുകയാണെങ്കിൽ ഒന്ന് വരായിരുന്നു. അതും ചെയ്യില്ല. ഞാൻ പറയാറൊക്കെ ഉണ്ട്, മക്കളുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി നിന്നൂടെ? അതാകുമ്പോ പിന്നെ എനിക്കും വന്ന് 2 ദിവസം വീട്ടില് നിക്കാം. പിന്നെ എവിടെ ആര് പോണ്? ആരും പോകൂല. നമ്മളിവിടെ തന്നെ ഇരിക്കും വേണം ഇവരെ കാര്യങ്ങൾ നോക്കിട്ട്. നോക്കാലിക്കുമ്പോൾ ദേഷ്യം വരും. ഇത് വരണമെന്നൊക്കെ ഉണ്ട്. എല്ലാരും വന്നിട്ടുണ്ടോ? ഞാൻ മാത്രം അവിടെ ഉണ്ടാവില്ല. ചോദിച്ചു നോക്ക് പറഞ്ഞ് പോവണ്ടത്. അട്ട പിടിച്ച പോലെ ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്തോരം വട്ടം ഞാൻ പറയണം? എത്ര വട്ടം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് നമുക്കൊന്ന് 2 ദിവസം വീട്ടിലാരെങ്കിലും വീട്ടിൽ പോയി നിന്നൂടെ എന്നൊക്കെ. ഇവിടെ അവര് വന്നാ പിന്നെ അവര് ഒരു മാസം കഴിയാണ്ട് പോവാത്ത ടീംസാണ്. അവരുടെ അടുത്തേക്ക് പോയി നിൽക്കാൻ ഇവർക്ക് എന്താണോ ഇത്ര മടി? ആര് കണ്ടിക്ക് അറിയില്ല. അത് തന്നെ നമുക്കൊരു സ്ഥലത്തേക്ക് പോവാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ തന്നെ ഇരുന്ന് ഇതാവേണ്ട അവസ്ഥ. ഇക്കാനോട് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചാൽ അത് അതിൽക്കും മീര. അതിന് ഉമ്മാനെ കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ഉമ്മ ഒറ്റയ്ക്കാവും. എന്നാ ഉമ്മാനെ ആരെങ്കിലും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോണെന്ന് വിചാരിക്കുന്നുണ്ടാ? പോയി മക്കളുടെ അടുത്ത് നിൽക്കാൻ തന്നെയല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ പോയി നിന്നൂടെ? വെറുതെ എന്തിനമ്മ? ഞാൻ വരുന്നില്ല, നിങ്ങൾ എന്താ ചെയ്തോ. ഞാൻ ഇവിടെ ഓരോന്ന് പറഞ്ഞു ഇനിയിപ്പോ ഇതായി അതായി എന്ന് പറഞ്ഞിട്ട് ഫോണിന്റെ മീതെ ഫോണ് വരും. എന്തിനാ അതിനെ നിക്കണ്? ഞാൻ ചോദിച്ചു നോക്കട്ടെ. എല്ലാരും വന്നിരിക്കുമ്പോ എനിക്ക് എന്റെ വരയിലേക്ക് പോകേണ്ടത്? ഇവരെയും കാത്തു പിടിച്ചിട്ട് ഇവിടെ ഇരിക്കുക തന്നെയാ? ഞാൻ ചോദിച്ചു നോക്കട്ടെ. പോയി നിൽക്കുമെന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നിട്ടാണ് എനിക്ക് അങ്ങോട്ട് വരാൻ. ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് വരാനും പറ്റാത്ത ഭാഗം അത്. എന്താ ചെയ്യാ? വല്ല ചട്നിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടാക്കണം. അതിന് ഞാൻ ഉള്ളി വിളിച്ചോണ്ടിരിക്കണം. മോളെ, എനിക്ക് ഗ്ലാസ് ചായ തിളപ്പിച്ച് തരുമോ മോളെ? ഭയങ്കര തലവേദന. എന്ത് തലവേദന? അറിയില്ല, എനിക്ക് പെട്ടെന്ന് തലവേദന. ചായ ഉണ്ടാക്കി തരാം. ചായ അല്ലേ ഇപ്പൊ ഉണ്ടാക്കി തരാം. ഒരു മിനിറ്റ്. നിക്ക് വർത്താനം പറയണ കണ്ടില്ലേ? ശരി, നിങ്ങൾ അതിൽക്കും മീത. ഒരു മിനിറ്റ്. അതെ, നിങ്ങളടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. ഉമ്മ ഇന്ന് 2 ദിവസം താത്തമാരുടെ വീട്ടിലേക്കൊന്ന് പോയി നിൽക്കും. എനിക്കൊന്ന് എന്റെ പെരയിലേക്ക് പോണം. എന്താ പെട്ടെന്ന് അങ്ങനെ പറയണേ? സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയല്ലേ. അവിടെ എന്റെ താത്തമാരും ഇത്തമാരും എല്ലാരും വന്നിട്ടുണ്ട്. എനിക്ക് 2 ദിവസം വീട്ടിലെല്ലാരും വിളിച്ചോണ്ടേയിരിക്കും അവര് വന്നിട്ടുണ്ട് പറഞ്ഞിട്ട്. ഞാൻ 2 ദിവസം പോയി നിന്നിട്ട് വരാം. നിങ്ങളുടെ മോളുടെ അടുത്ത് മൂത്തവരോടൊക്കെ താഴത്തുള്ളവർക്ക് എവിടേക്കാച്ച പോയിട്ട്. അതിനെന്ത് മോളെ, മോള് പോയിട്ട് വാ. ഞാനിവിടെ നിന്നോണ്ട്. നിങ്ങൾ ഇവിടെ നിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഈ താത്തമാരുടെ വീട്ടിലേക്ക് പോവാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കണേ? കുഴപ്പമില്ല, മോള് പൊയ്ക്കോ. ഒറ്റക്ക് ബേജാറാവണ്ട. എനിക്ക് ബേജാറൊന്നുമില്ല. ഞാൻ പറയുന്ന ഉമ്മട് കേൾക്കും. ഉമ്മ ആ മൂത്തതിന്റെ അടുത്ത് വരണം. അവരൊക്കെ വന്ന ഇവിടെ മാസക്കണക്കിൽ ഇരിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഒരു 2 ദിവസം പോയി നിൽക്കുമ്പോത്തിന് ഇപ്പൊ എന്താ ഉണ്ടാവാൻ പോണ്?
അവരമ്മായമ്മയും അനിയന്മാരും അനിയത്തിമാരും ഏട്ടത്തിമാരും ഒക്കെ ആയിട്ടിരിക്കുമ്പോ അതിന്റെ ഇടയില് ഞാൻ ചെന്നവിടെ ഇങ്ങനെ മോളെ അതിന് നിങ്ങളോട് അവിടെ പോയിട്ട് വർഷക്കണക്കിൽ നിക്കാൻ ഇവിടെ ആരെങ്കിലും പറയണ്ട, ഒരു 2 ദിവസമല്ലേ പോയി നിക്കാൻ പറയുന്നുള്ളൂ. എനിക്ക് ഞാൻ പോണില്ല, മോള് പൊക്കോ, നീ പോയിട്ട് ഒരാഴ്ച നിൽക്കുക 2 ദിവസം നിൽക്കുക ചെയ്തോ. പക്ഷെ എവിടെയും പോകാൻ പോണില്ല, ഞാൻ ഇവിടെ നിന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ മോള് പൊയ്ക്കോ, മോള് വിളിച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോ. ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തിത്ര ഇത്, അവര് അമ്മായിമാരും മാമന്മാരൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? ഒരു 2 ദിവസം തന്നെ അല്ലേ. ഇതിപ്പോ എനിക്ക് 2 ദിവസം എന്ന് പറഞ്ഞിട്ട് എന്റെ പേരയിലേക്ക് പോയിട്ട് ഒരു 2 ദിവസം കൂടുതൽ നിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിക്കാന്ന് വെച്ചിട്ട് മനുഷ്യന് പറഞ്ഞപടി ഇങ്ങോട്ട് പോരാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ പറയുന്നത് ആ താത്തമാരുടെ വീട്ടിലൊക്കെ പോയി. അപ്പൊ താഴെയുള്ളതിന്റെ വീട്ടിൽ ആരുമില്ലല്ലോ, അവിടെ പോയി നിന്നൂടെ? അപ്പൊ നിങ്ങൾ ഇത്ര വാശി പിടിക്കുന്നു? ഇവിടെ തന്നെ ഇരിക്കുന്നു, എവിടേക്കും പോവാണ്, മനുഷ്യനും എവിടേക്കും പോവാൻ പറ്റാണ്. പോണില്ല, ഞാൻ പോണില്ല. നിങ്ങളും ഞാനും കൂടി ഇവിടെ ഫോൺ ചെയ്തൊക്കെ ഞാനിവിടെ നിന്ന് കേട്ടു, എന്റെ ഉമ്മ വിളിച്ചതോ എന്റെ ഉമ്മാടെ ഈ പറയണതൊക്കെ. മോള് പൊയ്ക്കോ, ഞാൻ ഇരുന്നോണ്ട് എന്നെ പറ്റിട്ട് വേണ്ട, കൊഴപ്പില്ല, എനിക്കിപ്പോ എവിടേക്കും പോണൊന്നുമില്ല. പോയേ ചായ വെച്ചിട്ട് എവിടെ പോയി? ഇതിന്റെ ഉള്ളില് കിടക്കാണ്. ചായ ചോദിച്ചുകൊണ്ട് ഇവിടെ വന്ന് കിടക്കും. ചായ വെച്ചിട്ടുണ്ട്. തീരെ ഭയങ്കര തലവേദന, എന്ത് പനി പനിക്കണേ. പാരസെറ്റമോള് കിട്ടിയത് മോളെ സാലിയ, ഒരു പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ എടുത്തിട്ടാ പൊന്നെ, അമ്മക്ക് തീരെ വയ്യ, ഭയങ്കര തലവേദനയും പനിയും. മോളെ സാലിക്കുട്ടി, ഒരു പാരസെറ്റമോൾ എടുത്തിട്ടാ മോളെ, അവിടെ നോക്ക് കുളുക. സാലിക്കുട്ടി, സാലിക്കുട്ടി എന്താണ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ്? മോളെ ഒരു പാരസെറ്റമോൾ. പാരസെറ്റമോൾ എന്തിനപ്പോ? ഭയങ്കര പനി, നല്ല പനിക്ക് തലവേദന. പാരസെറ്റമോൾ എവിടെയൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കുടിക്കായിരുന്നില്ല. ഞാൻ എന്തിനാ ഒരു പനി ചെയ്യുന്നോണ്ട് വയ്യാണ്ടാണ്, എടുത്ത് അറിയില്ല അത് എവിടെ വെച്ചിക്കണെന്ന്. എവിടെ വെച്ചെടുത്ത് കഴിച്ചോളൂ നിങ്ങള്. മോളൊന്നും എടുത്ത് കാട്ടും മോളെ. എന്തൊരു കഷ്ടം അത്, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തെരഞ്ഞാ കാണില്ലേ ഇത്? ഓരോ നമ്മളടുത്തൊന്ന് ചോദിച്ചോണ്ട്. അതെ, ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്ന് ഡോക്ടർക്ക് പോവാന്നുള്ള, തീരെ വയ്യ. ഇന്നലെ രാത്രി നല്ല കറിയിലും പനിയായിരുന്നു. പിന്നെ ഒന്ന് കാലത്ത് എണീക്കുമ്പോ ഇത്തിരി തലവേദനക്ക് ഇത്തിരി ഇതുണ്ടായിരുന്നു. നിങ്ങൾക്ക് രാവിലെ പനിയാണെന്നുണ്ടെങ്കിൽ ആ 9 മണിന്റെ ബസ്സിലോട്ട് കയറി പോവായിരുന്നില്ലേ? ഇതിപ്പോ എന്തിനാ ഈ നേരം വരെ കാത്തിക്കണത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് തന്നെ പോയി ഇറങ്ങായിരുന്നില്ല. അപ്പൊ ആ നേരം വരെ നിങ്ങൾ എന്ത് കാട്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ? മോളെ ഞാനതിന് എടുക്കാൻ പറ്റണില്ല എനിക്ക്. ഞാൻ എങ്ങനെയാ ഒറ്റക്ക് പോവുക? ബസ് കയറിയിട്ട് അവിടെ നിന്ന് എത്ര ദൂരം നടക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കണം, എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കി തരണല്ലേ? അങ്ങോട്ട് പോണ ചെലവുകൾ വല്ലതും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാ? വണ്ടിക്ക് തന്നെ വരെ 250 രൂപയാണ്. അത് കൂടാണ്ട് ഡോക്ടർ ഫീസ് 250 കൊടുക്കണം. പിന്നെ ഇതൊന്നും പോരാണ്ട് അവർ 1000 രൂപന്റെ മരുന്ന് എഴുതി വെക്കും. ഇത്രയും ചെലവിനുള്ള പൈസ എവിടുന്ന? ഇന്ത്യയിലില്ല, നിങ്ങൾ തന്നു വെച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നും അറിയാൻ പറഞ്ഞോളൂ രാവിലെ എണിച്ചിക്കാണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ 9 മണിന്റെ ബസ്സിലോട്ട് പോയിക്കൂടെ? 12 മണി വരെ അവിടെ എല്ലാം ഫ്രീ തന്നെയല്ലേ കൊടുക്കുന്നത്? ആ മരുന്ന് മേടിച്ചിട്ടുണ്ട് വരണം. വയ്യാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ എല്ലാ പൈസ ഇങ്ങനത്തെ തന്നു വെച്ച പോലെയാണ് വർത്താനം പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടല്ലേ. ഞാൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മോളെ ഒറ്റക്ക് പോയി ബസ് കയറി അവിടുന്ന് ഒരുപാട് നടക്കാനുണ്ട്. എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്, എണിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നേരം വൈകി. ശരി, വയ്യാത്തോണ്ടല്ലേ? കാശ് ചെലവാകുന്നതൊക്കെ എനിക്കറിയാം, കാശില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. പക്ഷെ തീരെ വയ്യാത്തത് കൊണ്ടാണ്. അതെ, ഞാൻ പറയണേ കേൾക്കുന്നാല് നിങ്ങള് നാളെ രാവിലെ നേരത്തെ അനുസരിച്ച് ആ 9 മണിന്റെ ബസ്സിൽ പോയിട്ട് ആ ഡോക്ടറെ കണ്ടിട്ടുള്ള മരുന്നുകളും മേടിച്ചിട്ട് ഇങ്ങോട്ട് പോരെ. ഇതിപ്പോ ഇതിനായിട്ട് ചെലവാക്കിട്ട് പോകാനുള്ളതൊന്നും ഇവിടെ ആരും തന്നു വെച്ചിട്ടില്ല, മനസ്സിലായില്ലേ? ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ, നിങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്ക്. അത് ചെയ്യാതാവുമ്പോൾ മാറിക്കോളും. ഇങ്ങനെ ഫാനും ഫുള്ളിൽ ഇട്ടുകൊണ്ട് കിടന്നാല് വയർത്ത് പോയാലല്ലേ പനി മാറുക? വെറുതെ കൊണ്ട് ആശുപത്രിയിൽ പൈസ ചെലവാക്കിയിട്ട് കാര്യമുണ്ടാ? നാളെ പോയിട്ട് ഫ്രീ ആയിട്ട് കണ്ടിട്ട് വന്നാൽ മതി, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്നാ ശരി മോളെ, നാളെ കാലത്ത് പോവാ. എനിക്ക് പറ്റുന്ന പോലെ നാം പോയി കാണിച്ചിട്ട് വരാം. ഇതിപ്പോ രാവിലെ നേരത്തെ പറയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ ഇത്രയും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കണ? എനിക്ക് നടക്കാൻ വയ്യാത്ത കാരണമാണ്. നാളെ പറ്റിയാ നാം പോവാ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൊക്കോണ്ട്. അങ്ങനെ എന്തേലൊക്കെ ചെയ്താൽ മതി. ഇപ്പൊ തൽക്കാലം നിങ്ങൾ കടന്നോ, അതാവും നല്ലത്. കഞ്ഞി എന്തേലും കൊണ്ടുവരാം. വയ്യ അടിച്ചോനെ.
താത്താനെ കണ്ടിട്ട് പോകാം നമുക്ക്. ആ കുഞ്ഞിമ്മയാണോ? ആ കുഞ്ഞുമ്മ. എന്തേ കുഞ്ഞുമ്മ വന്ന ഇഷ്ടായില്ലേ എനിക്ക്? അങ്ങനെയൊന്നുമില്ല, കേറ് വായോ. അല്ല കുഞ്ഞുമ്മയാണോ ചോദിക്കണേ. ഇവിടെ ഉമ്മ? ഉമ്മ അതിന്റെ ഉള്ളിലുണ്ട്, ഉമ്മ കിടക്കുക. ഉമ്മ എന്താ കിടക്കുക? ആ എന്താ കിടക്കണ നോക്ക്. ഇതിപ്പോ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്നു? ഇത്താ ഇത്താ ആ കിടക്കുക. ആ എന്തിത്താ കിടക്കണേ? ഓ സാര വരാത്തവരൊക്കെ വന്നിക്കണേ. എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്നിക്കണേ? ആ താത്ത ഞാൻ തൃശ്ശൂർക്ക് വന്നതാ. എനിക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുവരെ വന്നില്ലേ. അപ്പൊ താത്താനെ ഒന്ന് കണ്ടിട്ട് കൊറേ ദിവസമായില്ലേ. അപ്പൊ താത്താനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് വന്നാണ്. എന്തെങ്ങനെ കിടക്കണ്? സമയം 11:30 ആയില്ല. ചായ കുടിക്കാനൊന്നും എണിച്ചിട്ടില്ലേ? ആ നാ ചായ കുടിച്ചടി. ഇരിക്കി, ഞാൻ കസാല എടുക്കാൻ പറയാ. ആ ഇരിക്കാത്ത അമ്പ കസാല എടുത്തിട്ട് വരാം. അവളെ ഒന്നും വിളിക്കണ്ട, വേണ്ട. ആ ഞാൻ തൃശ്ശൂര് വന്നേ മോന്റെ പാസ്പോർട്ട് ഒന്ന് പുതുക്കേണ്ട സമയമായോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ അത്ര അടുത്ത് വന്നില്ലേ. അപ്പൊ ഇത്താനെ കണ്ടിട്ട് കുറെ കാലായില്ലേ. അപ്പൊ ഇത്താനെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് വന്നതാ. വന്ന കാര്യം എന്തായി? വല്ലതും ശരിയായ പാസ്പോർട്ടിന്റെ ഒക്കെ? ആ അതെവിടെ, അത് ഇട്ടിട്ട് വലിന്ന് വലിക്കും. ഇനി ഒരു പ്രാവശ്യം കൊണ്ട് വരാൻ പറഞ്ഞിക്കണ്. അവരിങ്ങനെ തന്നെ ഒരു പ്രാവശ്യം വന്ന 9 പ്രാവശ്യം നടത്തിക്കും, എന്നിട്ടായിരിക്കും ശരിയാകുക. ഇന്ന് വാ, അടുത്ത ആഴ്ച വാ, പിറ്റത്തെ ആഴ്ച വാ. അടുത്ത ആഴ്ച വന്നാ പറയും പിറ്റത്തെ ആഴ്ചക്ക് വാന്ന്. ഒന്നും പറയണ്ട. അല്ല എന്താ വല്ലാണ്ടിരിക്കണ്ടല്ലോ, കണ്ണുമൊക്കെ വല്ലാണ്ടിരിക്കണ്ടല്ലോ. പറ്റ ക്ഷീണിച്ചല്ലോ. എന്താ പറ്റിയത്താക്ക്? ഇത്ത വല്ലാണ്ട് ക്ഷീണിച്ചിട്ടാ. ആ വയ്യാത്ത കാര്യം എന്തിനാ ചോദിക്കണം. എന്നാലും രാത്രി പുലർച്ചക്ക് പെട്ടെന്ന് തീരെ വയ്യ. തലവേദനയും ഛർദിയും പൊള്ളണ പോലുള്ള പനിയും എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ച്. ആ ഇത്താ വല്ലാണ്ട് അയക്കണിട്ടാ. പനിയാണെങ്കി പിന്നെ എന്തിനാ വെച്ചോണ്ടിരിക്കണേ? ഒന്ന് ഡോക്ടറെ കാണിച്ചൂടെ? വല്ലാണ്ട് അയക്കണ്. മോൻ കണ്ടപ്പോഴേക്ക് തോന്നി ഡോക്ടർക്ക് ഒന്ന് പോണം, എന്നാൽ തന്നെ ശരിയാവുള്ളൂ. അത്രയ്ക്ക് വയ്യ. പനി കാണിച്ചോ? കാണിക്കാണ്ടിരിക്കണ്ട. കണ്ണുമൊക്കെ വല്ലാണ്ടായിട്ടുണ്ട്. എത്രയോ ദിവസം പിടിച്ച പോലെ ഉണ്ട്. വയ്യെങ്കി അപ്പൊ തന്നെ ഡോക്ടർക്ക് പോണ്ടേ? ഇതിങ്ങനെ ഇത്ര കൂടണ വരെ വെച്ചോണ്ടിരിക്കുക. ഇപ്പോഴത്തെ പനിയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലട്ടാ. പലതരം പനിയുണ്ട്. എനിക്ക് തന്നെ പനി പിടിച്ചിട്ട് എത്രയായിന്നറിയോ മാറിയിട്ട്. പനി മാറണുണ്ട്, ഉള്ളില് ക്ഷീണം മാറണില്ല, മേലും കൈയും വേദന മാറണില്ല. വായൊക്കെ എന്തെന്ത് മുളക് പൊടി വാരിട്ടാലും ഒന്നും അറിയണില്ല. എന്താ വായൊക്കെ ചത്ത പോലെ ആയിട്ട്. പനി പിടിച്ച അങ്ങനെയാ. ഇതൊന്ന് മാറിക്കിട്ടിയ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ എളുപ്പമല്ല. എന്താ പറയാ, പനി പിടിച്ച നരി പിടിച്ചെന്നാ പറയാ. അതുപോലെയാണ്. ഇപ്പോഴത്തെ പനിയൊന്നും വെച്ചോണ്ടിരിക്കണ്ട. ഡോക്ടർക്ക് പോവാൻ നോക്ക്. വണ്ടിയാണ് ഡോക്ടർക്ക് പോവാനൊക്കെ. എപ്പോഴും അങ്ങനെ തന്നെയാ. പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് പറയുമ്പോ ആവുന്നുണ്ട്. ഇപ്പൊക്കെ വയസ്സായി വരികയാണ്. വല്ല വയ്യാണ്ടായപ്പോൾ ഡോക്ടറെ അടുത്ത് അപ്പൊ തന്നെ കാണിക്കണം. ആ കാണിക്കണടി, കാണിക്കാണ്ട് പറ്റില്ല. എന്തായാലും നാളെ സമയം കിട്ടുമ്പോ ഒന്ന് മോളെയും വിളിച്ചുകൊണ്ട് പോയിട്ട് കാണിക്കണം. പറ്റില്ല, തീരെ വയ്യ. ശരീരമൊക്കെ തല്ലി അനച്ച പോലെ ഉണ്ട് വേദന. പിന്നെന്താ നിന്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ? പിള്ളേരൊക്കെ വന്നിട്ടുണ്ടാ? അവിടത്തെ വിശേഷങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും സുഖാണ്. പിന്നെ പിള്ളേരൊക്കെ വിളിക്കാറില്ലേ? പെൺകുട്ടികളൊക്കെ വിളിക്കാറില്ലേ? വന്നില്ലേ സ്കൂൾ കൂട്ടിയിട്ടൊന്നും? ആ ഇല്ലടി, അവര് വന്നിട്ടില്ല. അവര് മദ്രസ തുറന്നില്ല അപ്പോഴേക്കും. പിന്നെ വലിയ കുട്ടികളുടെ പഠിപ്പല്ലേ, അത് കാരണം അവർക്ക് ലീവൊന്നും ഇല്ല. വന്നില്ല, ഇപ്രാവശ്യം വന്നിട്ടില്ല. ഇപ്പൊ വരുന്നു തോന്നണില്ല, സ്കൂൾ തുറക്കാനായില്ലേ. അതെ, ശരി. അല്ല അങ്ങനെ തന്നെ. മക്കളൊക്കെ വലുതായാലേ സ്കൂൾ പൂട്ടി വന്നിട്ട് കാര്യമില്ല. മദ്രസ അവർക്ക് 6 നോമ്പ് കഴിഞ്ഞാൽ മദ്രസ തുറന്നില്ലേ. അപ്പൊ പിന്നെ അവിടുത്തെ പിള്ളേര് തന്നെയാ. അന്ന് 10 ദിവസം നിൽക്കാനൊന്നുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അത് കാരണമാണ്. അവർക്ക് മദ്രസ ഉണ്ടല്ലോ, വലിയ കുട്ടികളായില്ലേ. അതാണ്. എന്റെ കുട്ടികൾക്കും തന്നെ വരണം, ഉമ്മമാന്റെ അടുത്തേക്ക് വരണം, നിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. വന്നാല് മദ്രസ പോകില്ല അവരുടെ. അതാണ്. നീയൊന്നും കഴിച്ചിട്ടുണ്ടാവൂല അല്ലേ? ഞാന് മോളെ കൊണ്ട് ചായ കുടിപ്പിക്കാം. ചായ കുട്ടി. സാലിക്കുട്ടി ഉമ്മാക്കുള്ള ചായ എടുത്ത മോളെ. കുഞ്ഞുമ്മ വന്നിട്ടുണ്ട്. എന്തിനാ പറയണേ? ഇന്ന് കാലത്ത് അവളുടെ ഉമ്മ വിളിച്ചിട്ട് അവരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ വായോന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ അവള് പറയണ, നിങ്ങള് അവിടെ പോയിട്ട് പെൺകുട്ടികളുടെ അടുത്ത് പോയിട്ട് ഒരാഴ്ച നിക്കി, എനിക്ക് വീട്ടിൽ പോയി നിക്കണം, എനിക്ക് പോണ്ടേ,
എൻ്റെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്ന് എന്നോട് പെരുമാറിയത്. വീട്ടിലേക്കൊക്കെ പോകണം പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതിന് അവളെന്തിനാ ഇപ്പം വീട്ടിലേക്ക് പോകണം? ഇത്താക്ക് വയ്യാത്ത കണ്ടിട്ട് ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ അവൾ വീട്ടിൽ പോകണം പറയേ? അവരുമ്മ വിളിക്കും, അത് അവരുമ്മയുടെ ഇതല്ലേ. അപ്പൊ സ്കൂൾ കുട്ടി അവരൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. അവളെന്തിനാ പോവാൻ നിക്കണ്? ഇവിടെ ആരുള്ളത്? അതൊന്നും പറയണ്ടടി. ആ കാലും കൈയൊക്കെ വേദന ഉണ്ട് ഇത്താ. അങ്ങനെ തന്നെ അതും കൊണ്ട് നടക്കണ്ട്. പിന്നെ ചായല്ലേ? ആ നിങ്ങള് ചായ കുടിച്ചാ? ഞങ്ങളൊക്കെ ചായ കുടിച്ചു തന്നെയാ. അല്ല, ഇത്താക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോ ഈ വീട്ടിൽ പോണെന്ന് പറഞ്ഞത്ര നിങ്ങളോട് ആരാ പറഞ്ഞു? ആരോ പറഞ്ഞല്ല, ചോദിച്ചതാ. നിങ്ങൾ അപ്പത്തിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്താ? വന്ന് എത്തിയിട്ടില്ലല്ലോ കുഞ്ഞുമ്മ. അതിന് ഉമ്മ കുറ്റായിട്ടൊന്നും പറഞ്ഞു തന്നിട്ടില്ല. കുറ്റായിട്ട് പറഞ്ഞിട്ടില്ല. മോള് വീട്ടിൽ പോണത്രയെന്ന് ചോദിച്ചു. അപ്പൊ അതാ മോളോട് ചോദിച്ചു, മോള് എന്തിനാ എപ്പോഴേക്ക് ഇങ്ങനെ ചൂടാകണം ഉമ്മാട്? അതൊന്നും പറയണ്ടടി. ഇപ്പൊ കണ്ടില്ല എന്റെ മുന്നിൽ ചൂടായിട്ട് പോയത്. കാലത്ത് തീരെ വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ ഒന്ന് ഡോക്ടർക്ക് പോവാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഓട്ടോക്ക് കാശ് 250 കൊടുക്കണ്ടേ, ഡോക്ടർ ഫീസ് 250 കൊടുക്കണ്ട, 1000 റുപ്യക്ക് മരുന്ന് വാങ്ങണ്ടേ, നിങ്ങൾക്ക് 9 മണിയുടെ ബസ്സിന് പോയാൽ അവിടെ ഇറങ്ങാമല്ലോ, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കയറി ഇവിടെ വന്ന് ഇറങ്ങാമല്ലോ, ഈ വയ്യാത്തോടെ ഞാൻ എങ്ങനെ മോളെ നടന്ന് പോകാൻ? എനിക്ക് വയ്യ, വല്ലാത്തൊരു വിഷമം. അതിൻ്റെ ഇടയിൽ വയ്യാത്തോടെ ഇതും കൂടി കേട്ടപ്പോൾ അല്ല എന്താ പറയുക, ഭയങ്കര ദേഷ്യത്തിൽ. എന്താ വീട്ടിലേക്ക് ഉമ്മ പോയി അവിടെ പോയി നിൽക്ക് എന്നൊക്കെ പറഞ്ഞതിന് പോവാത്തത് കൊണ്ടോ എന്തോ, വീട്ടിൽ പോവാത്ത ദേഷ്യമായിട്ടോ എന്തോന്ന് അറിയില്ല, വല്ലാത്ത ദേഷ്യത്തിൽ. ആശുപത്രിയിൽ പോയാൽ ഫ്രീ ആയിട്ട് മരുന്ന് കിട്ടൂലേ, എന്തിനാ കാശ് കൊടുത്ത് മേടിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ഒന്നും മിണ്ടിയില്ല. അത് ശരി, ഇതൊക്കെ പറയാൻ അവളായ ഇത്തപ്പാവത്താനായത് കൊണ്ടാ. നിന്റെ കയ്യിലൊക്കെ കിട്ടേണ്ടതായിരുന്നു. അവളെന്താ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണോ ഇത്താനെ കൊണ്ടുപോയാലും നോക്കലൊക്കെ? വണ്ടിയുടെ കാശ് കൊടുക്കാനൊക്കെ അവൾക്ക് എന്താ നഷ്ടം? അവള് പണിയെടുത്തിട്ടാണ് വീട്ടില്. ഇത്ത തൂക്കി തലയിൽ വെച്ചോ? അപ്പോഴും ഞങ്ങൾ പറഞ്ഞായിരുന്നു ഇത്താക്ക് പെൺകുട്ടികളില്ല പറഞ്ഞിട്ട് അവളെ തൂക്കി തലേന്റെ മുകളിൽ വെച്ചില്ല, അനുഭവിച്ചോ? ഇപ്പൊക്കെ അത് പറയാനുള്ളൂ. ഇപ്പൊ എന്റെ മുന്നിലില്ല അവള് കൊണ്ട് ചൂടായിട്ട് പോയത് കണ്ടില്ലേ? അവളൊക്കെ കണക്ക് പറയാൻ അവളാരാ? അവള് പോയി നയിച്ചോണ്ടിരണ്ട? ഇത്തടെ മോൻ നയിച്ചിട്ടല്ലേ അവള് ചെലവാക്കണ്. അതിനെന്തിനാ അവൾക്ക് ഇത്ര പൊള്ളാനുള്ളത്? നിങ്ങളില്ലാണ്ട് അവൾക്കൊരു മോനെ കിട്ടുവോ? അതേ അപ്പത്തെ കൊണ്ടുവരുമ്പോഴേ നോക്കി എന്റെ മുഖം കണ്ടാലറിഞ്ഞൂടെ? കാന്താരി മുഖം എന്ന് പറഞ്ഞപ്പോ ഇത്താക്ക് അങ്ങോട്ട് പൊള്ളി. അനുഭവിച്ചോ? പറയണതേ കൂട്ടാക്കണം. ഇതൊക്കെ പറയാൻ അവളാരാ? അവളെന്തിനാ വീട്ടിൽ പോണ്? ഇത്ത വിളവ് വെച്ച് കൊടുക്കണതല്ലേ? അങ്ങനെയൊന്നും വിട്ടാക്കരുത്. ഇത്ത പിടിച്ച വരച്ച വരയിൽ അവളെ നിർത്തണം. അതാണ് ഇത്തയുടെ കഴിവ്. ആകെ ഒരെണ്ണം തന്നെ ഉള്ളൂട്ടാ, ഇനി ഒരെണ്ണം പറയാനില്ല. പിന്നെ പെൺകുട്ടികളുടെ അടുത്തൊന്നും ചെന്ന് നിൽക്കാൻ പറ്റില്ല. പെൺകുട്ടികളുടെ അടുത്ത് അവള് പോവാൻ പറയാം. അവളാരാ? അവര് ഏട്ടത്തി അനിയത്തിമാരും അമ്മായിയമ്മ മനസ്സിലൊക്കെ ഇരിക്കണ പെൺകുട്ടികളുടെ കുടുംബത്ത് പോയിട്ട് ഇത്ത നിൽക്കുക? അത് ശരി, അവള് പോകണ്ട, അവളവിടെ നിന്നോട്ടെ. അവൾക്ക് അവിടെ പോയിട്ട് ഇവിടുത്തെ സുഖമൊന്നും അവളുടെ കുടിയിലുണ്ടാവില്ല. എന്തിനാ പോണ്? അവിടെ കുറെ എണ്ണം വന്നിട്ടുണ്ടല്ലോ, അവരുടെ അടുത്ത് പോയിട്ട് ജാളി അടിച്ചിട്ട് ഇരിക്കാനാണ്. അതിനൊന്നും ഇത്ത വിട്ടുകൊടുക്കണ്ട കേട്ടാ. ഇത്രയും വയ്യാത്ത ആളെ കുടുംബത്തിൽ വെച്ചിട്ട് അവൾ കണക്ക് പറയണ? അവള് കണക്ക് പറയാൻ അവളാരാ? അവളുടെ കയ്യിൽ നിന്ന് എൻ്റെ അടുത്ത് തരുന്നിപ്പോ. ഈ ഒന്ന് പതുക്കെ പറയേ, ഇനി അത് കേട്ടിട്ട് വന്നിട്ട് തുള്ളു ഈ പറഞ്ഞിട്ട് പോകൂ. ഞാനെന്നാ ഇവിടെ പിന്നെ അവള് കേട്ടാ എനിക്ക് വലിയ കാര്യമായി. ഇത്ത പേടിക്ക്, എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും 2 കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മരുമക്കളെ വരച്ച വര താണ്ടില്ല. അങ്ങനെയാണ് എൻ്റെ മരുമക്കളെ. എൻ്റെ മരുമക്കൾക്ക് എന്നോട് നല്ല മര്യാദയും എല്ലാം ഉണ്ട്, പേടിയുണ്ട്, ബഹുമാനം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത്ത അങ്ങനെ തൂക്കി മകള് വല്ല തൂക്കി തലയിൽ വെച്ച കാരണമാണ് ഇപ്പൊ ഇത്താനിട്ടിട്ട് ഇതാക്കണ. ഇത്തടെ മോനില്ലല്ലോ ഇവിടെ, അത് കാണാന് ഉണ്ടെങ്കിൽ അവളുടെ തള്ളക്ക് കൊടുക്കും. ഇതൊക്കെ മോൻ വിളിക്കുമ്പോ പറഞ്ഞു കൊടുക്ക്, മൂടി വെച്ചിട്ടിരിക്കണ്ടേ. അപ്പൊ ഞാൻ അത്രയും ചോദിച്ച കാരണല്ലേ പറഞ്ഞത്. അവള് കേട്ടോട്ടെ, അവള് കേൾക്കണോ? അതിനാണ് ഉറക്ക പറയണേ. അവള് കേട്ടോ, എനിക്കെന്തിനാ പേടി? നിങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിലേ നിങ്ങളിവിടുത്തെ ആരാ? ഈ വീട്ടിലത്തെ അമ്മായിയമ്മയാ. നിങ്ങൾ പറഞ്ഞ പോലെയാണ് ഇവിടെ നടക്കേണ്ടത്, അല്ലാണ്ട് അവള് പറഞ്ഞ പോലെയല്ല. നിങ്ങൾ അവളത്തേക്ക് തലയിൽ വെക്കുന്ന കാരണമാണ് അവൾ ഒരുപാട് നിങ്ങളോട് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഒച്ചയിടണ്. കണ്ടില്ലേ എന്താ അഹമ്മദി? ഞാൻ വന്നിട്ട് നേരെ എന്തായി? എന്നാ എന്താ കുഞ്ഞുമ്മ, എന്താണ് വിശേഷം? വീട്ടിൽ അവരുടെ വിശേഷങ്ങളൊക്കെ എന്താ? കുഞ്ഞുമ്മ എന്തിനു വന്ന് ഇവിടക്കായിട്ട് എന്തെങ്കിലും ഇവിടെ ചോദിച്ചാ? എന്നാലേ ഇത്താടെ മരോളുണ്ടല്ലോ, ഇത്തിരി തൻ്റെടിയാ, ഭയങ്കര തൻ്റെടിയാ. ഞാൻ പറഞ്ഞാണ് ഇത്താട്. ഇത്ത അനുഭവിച്ചോ? ഇത്രേനെ 2 വട്ടമായി ഞാൻ പറയണ. അല്ലാണ്ട് ഇത്തല്ല അവളെ പേടിക്കേണ്ടത്, അവളാണ് ഇത്താനെ പേടിക്കേണ്ടത്. അതൊന്നും പറയാണ്ടിരിക്കാൻ വേഗം ഞാൻ പറയുന്നു. നീ ഒന്ന് കേൾക്കുവോ? നീ ഒന്ന് 2 ദിവസം എൻ്റെ കൂടെ ഒന്ന് നിൽക്കുവോ? അവള് പോയി 2 ദിവസം നിന്നിട്ട് വരട്ടെ. വയ്യാത്ത കാരണമാണ്, അല്ലെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. പെട്ടെന്ന് രാത്രിയൊക്കെ വയ്യാണ്ടായി എന്താ ചെയ്യുക? അതാണ്.
മോള് 2 ദിവസം നിൽക്കുകയാണെങ്കിൽ അവളെ 2 ദിവസം പറഞ്ഞേക്കാം. അപ്പോൾ ആ ദേഷ്യങ്ങളൊക്കെ ഒന്ന് മാറും. അത് പോയി നിന്നോട്ടെ, അതിനും ഉണ്ടാവില്ല ആഗ്രഹം അതിൻ്റെ വീട്ടിൽ പോകണം. അതിൻ്റെ ആ താത്തമാരൊക്കെ വന്നിട്ടുണ്ട് കുടിയിൽ. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പോകണമെന്നൊന്നും ഇപ്പോൾ ഞാൻ വയ്യാണ്ട് കിടക്കുമ്പോൾ അങ്ങനെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കൂല. ഉമ്മ കാലത്ത് വിളിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞ് അവിടെ പോയി നിന്നൂടെ അങ്ങനെ. അതൊന്നും ആൾക്ക് ദേഷ്യം, അല്ലെങ്കിൽ സ്നേഹമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് ശരി, എന്നോട് 2 ദിവസം ഇരിക്കാനാ ഇത്ര നേരം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പം എന്തിനാ അവള് പോണേ? എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് വിട്ടാക്കാനാ? എന്തിനാ ഇത്ത എന്തിനാ ഇങ്ങനെ പേടിക്കണേ? ആരെ പേടിക്കണേ? ഇത്താനെ പേടിക്കണം, അല്ലാണ്ട് മരോളെ പേടിച്ചിട്ട് ജീവിക്കല്ലേ ഏട്ടാ. ഇന്ന് കാലത്തേ ഇങ്ങനെ ആരുമില്ല. പാവം ആയതുകൊണ്ടാണ് ഒരുപാട് അവള് ചവിട്ടി തേക്കണ്. ഞാൻ നിൽക്കില്ല എന്നല്ല, എന്തിനും ഇത്രയും കണ്ട് ഇങ്ങനെ പോകുമ്പോ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ, നല്ലത് 2 പറഞ്ഞു കൊടുത്തിട്ട് വരാം. എന്തപ്പോ ഇത് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അത് ശരി, ഇവിടെ വന്ന് മൊബൈൽ നോക്കിയിട്ട് ഇരിക്കുകയാണല്ലേ. ഒരാള് വീട്ടിൽ വന്നാല് വീട്ടില് വിശേഷങ്ങളൊക്കെ. ഞാൻ വന്നിട്ട് എത്ര നേരമായി മോള്? ഒരു ചായ അതല്ലേ, ഒരു ചായ തന്നൊരു കടന്നലിച്ച പോലെ ഒരു ചായ കൊണ്ട് തന്നുകാണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലേ. ഒരു വീട്ടിലൊരാൾ വന്നാല് വിശേഷങ്ങൾ ചോദിക്കുക, എന്താണ് അതാണ് കുഞ്ഞിപ്പ എന്താ വന്നില്ല, എന്തെങ്കിലുമൊക്കെ ഒരു മരുമോളല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കില്ലേ? അതൊക്കെ മോളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന അതുപോലെ മാറി വന്നിരിക്കുവോ? ഞാൻ മാറി വന്നിരിക്കുന്നു. എനിക്ക് തല വേദനിച്ചിട്ട് ഞാൻ ഇവിടെ വന്നാണ്. അതിനാണോ മൊബൈൽ നോക്കിയിട്ടിരിക്കണേ അല്ലേ? നല്ല സ്വഭാവം. ഇത് കുടുംബത്തേക്ക് പറ്റിയ സ്വഭാവം. ഒരാള് വീട് കയറി വന്നാല് അടുക്കളയിൽ വന്നിട്ട് ഒറ്റപ്പെട്ടിട്ടിരിക്കുക. മോളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരട്ടെ ഇതുപോലെ വന്നിരിക്കുവോ? ചിറിയെന്ത് കളിയെന്ത് ഭയങ്കര. ഞാനിപ്പോ എന്താ നിങ്ങളായിട്ട് ഒരു പ്രശ്നത്തിന് ഞാൻ വന്നില്ലല്ലോ, എന്തിനാ എന്റെ അടുത്ത് വന്നിട്ട്? നമ്മളും പ്രശ്നത്തിന് വന്നതെന്നല്ല, ആ ഉമ്മ അങ്ങനെ കിടക്കല്ലേ. ഉമ്മാക്ക് ഡോക്ടർക്ക് പോകാനും ഫീസ്, ഡോക്ടറിന് വണ്ടിയുടെ ഫീസ്, പിന്നെന്ത് മരുന്നിന് 1000, ഇതൊക്കെ കണക്ക് പറയാനും നീ ആരാ? അവരുടെ മോൻ നയിച്ചിട്ടാണ്. അവരുടെ മോനെ അവര് പെറ്റുണ്ടാക്കിയപ്പോഴാണ് നിനക്കൊരു ഭർത്താവിനെ കിട്ടിയത്. അവരുടെ മോൻ സമ്പാദിച്ചു കൊടുക്കണതേ നിന്റെ ഇതിൽ കൊണ്ട് ഇതാക്കാനല്ല, അവരെ ആസ്പത്രിക്ക് പോകാനും അവരെ നോക്കാനാണ്. ആകെ ഒരു മോനെന്നെ ഉള്ളൂ. 2 പെൺകുട്ടികളെ കെട്ടിക്കൊടുത്ത് അവര് വന്ന് നിന്നെ എന്തോരം ശല്യം ചെയ്യണ ഇവിടെ? എന്തെങ്കിലും ശല്യം ചെയ്യണ്ട. എന്നിട്ട് നീ പറഞ്ഞിട്ട് 1000 ഉറുപ്പ്യ മരുന്നിനാകും, ഓട്ടോറിക്ഷയ്ക്ക് 250 ആകും. പിന്നെ പറയില്ലേ എന്റെ കൂടെ പുറപ്പെടാത്. പിന്നെ 250 ഉറുപ്പ്യ ബസ്സിനാകും, 250 ഉറുപ്പ്യ ഡോക്ടർ കൊടുക്കണം, 1000 ഉറുപ്പ്യ മരുന്നിനാകും. എന്താ എന്റെ കുടിയിൽ നിന്ന് കൊണ്ട് കൊടുക്കണ? എന്റെ കുടിയിൽ നിന്നൊന്നല്ല ലോൺ കൊടുക്കണം. അവരെ മോനാണ് നയിച്ചിട്ട് അയച്ചു തരുന്ന പൈസ. എന്താ കുഞ്ഞിമ്മയുടെ പ്രശ്നം? എന്താ പ്രശ്നം പറഞ്ഞൊക്കെ പറയാൻ പറ്റുമോ? ഇത്രയും വയ്യാണ്ട് കിടക്കണ ആളെ വിട്ടിട്ട് നീ വീട്ടിൽ പോണത്ര? ഞാൻ പറഞ്ഞല്ലോ പോണില്ലെന്ന്. ഇതിപ്പോ അതാണല്ലേ ഇപ്പൊ പ്രശ്നം. ഞാൻ ഇപ്പൊ പെരേക്ക് പോണെന്ന് പറഞ്ഞാണ് ഇപ്പൊ പ്രശ്നമായത്. പെരേക്ക് പോണെന്ന് പറഞ്ഞതാ പ്രശ്നം. അവിടെ ദേഷ്യപ്പെടാനും കുഞ്ഞുമ്മ വന്നതല്ല. എന്താന്നാ വന്ന് താത്ത പറഞ്ഞ കാര്യമ്പളേ ഞാൻ കൂടെ പറപ്പാണ്. എന്റെ അവിടെ 2 മരുമക്കളെ കൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കുഞ്ഞു പോലെയാണ് അവര്. എന്റെ മൂത്ത താത്തയാണ് അത്. അവര് സങ്കടം പറയുമ്പളേ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്റെ മരുമക്കളൊന്നും ഇന്ന് എന്റെ വരച്ച വര താണ്ടൂല്ല അവര്. അങ്ങനെയാണ് അവർക്ക് എന്നോടും എനിക്ക് അവരോടും. മോള് അതുപോലെ കാണണം. അതെ, മോള് അവരെ എന്റെ താത്താനെ അതേപോലെ കാണണം. ഈ ആസ്പത്രിക്ക് ഒറ്റയ്ക്ക് പോയോ? 9 മണി വെച്ച് കയറി പോയിട്ട് അതേ ബസ്സിൽ വന്ന് ഇറങ്ങ്. മരുന്നൊക്കെ ഫ്രീ ആയി കിട്ടും. ഇതൊക്കെ ഇത്രയും ചെലവാക്കിട്ട് ഉച്ച നേരത്തെ പോണേനെക്കാട്ടി രാവിലെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉച്ച നേരത്തെ കൊണ്ടുപോകണം, ആശുപത്രിക്ക് കൊണ്ടുപോകണം, ഓട്ടോ പിടിച്ച് ആശുപത്രി കൊണ്ടുപോകണം, ഡോക്ടർക്ക് ഫീസ് കൊടുക്കണം, ഡോക്ടർ എഴുതി തന്ന മരുന്ന് വാങ്ങണം. അതൊക്കെ വാങ്ങി ഇവിടെ കൊണ്ട് ഉമ്മാനെ എന്ത് വന്നാലും നീ നോക്കണം. അതിനാണ് മക്കൾക്ക് പെണ്ണ് കെട്ടുന്നത്. അല്ലെങ്കിൽ മകനെ ഇങ്ങോട്ട് വരുത്തിച്ചിട്ട് മകൻ നോക്കട്ടെ അവിടെ ഇരുന്നിട്ട് നിനക്ക് പറ്റിയിരിക്കല്. ഇതൊക്കെ അവനെ അറിഞ്ഞാണ്ടല്ലോ മുറിക്കുന്നിന്നെ. ഇത് ഇന്നാ വിളിച്ച് പറയേണ്ട ഒരു അവസ്ഥ നീ വരുത്തിക്കരുത്. അവള് പറയില്ല, താത്ത പറയില്ല. താത്ത എന്ത് മിണിങ്ങിനെ പറയുള്ളൂ. അത്രയ്ക്കും വയ്യാണ്ട് അത്രയും സങ്കടം കൊണ്ട് പറഞ്ഞാണ്. അതെ, ഈ വക ഇതൊന്നും ചെയ്യരുതിട്ട മോളെ. നാളെ മോളൊരു ഉമ്മയാകും, മോളൊരു അമ്മായിമ്മയാകും. ഇതേപോലെ ആയിട്ടാണ് താത്തയുടെ മോനിക്ക് നിന്നെ കല്യാണം കഴിച്ച് ഇന്ന് താത്ത ഒരു അമ്മായിമ്മയായിരിക്കും. നാളെ മോളൊരു ഉമ്മയാകും, നാളെ മോളൊരു അമ്മായിമ്മയാകും. അപ്പൊ ഇതേ അവസ്ഥ മോൾക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. അത് വരാണ്ട് അള്ളാ കാക്കട്ടെ. ഇവിടെ ഇതാണ് നിന്റെ ഉമ്മ. വീട്ടിൽ പോകുമ്പോ ഈ ഉമ്മ, ഇവിടെ വരുമ്പോ ഈ ഉമ്മ. അങ്ങനെ മോള് കാണിട്ടാ പെൺകുട്ടികൾ വല്ലപ്പോൾ ഇതിപ്പോ സ്കൂള് കൂട്ടിയിട്ടായിട്ടുള്ള വന്നിട്ടില്ല.
ഞാനും എന്റെ പേരേക്ക് ആ പോയിട്ടില്ല. 10 ദിവസം വന്നിട്ട് നിന്നിട്ട് എന്തെങ്കിലും മോളെ വലിയ ശല്യം ചെയ്യണ്ടായിട്ടള് അവര് വരില്ല. എന്താ നിന്റെ മുഖം വീർപ്പലും ഇങ്ങനെയാണ്. ആയിട്ടുകള് വന്നാ നീ ഒരു തരം കാണിക്കുന്നുണ്ട്. അവര് വിളിക്കുമ്പോ എന്താ പറയുക, എന്തിനാ കുഞ്ഞുമ്മ പോണ്, ഉമ്മാനെ തനിക്കുമ്പോ പോണം. ആ വീട്ടില് അങ്ങളുടെ പെണ്ണിനെ ആലോചിക്കുമ്പോ എനിക്ക് പോവാനേ തോന്നണില്ല. അത് കൊണ്ട എന്തോ മോന്ത കയറ്റി പിടിച്ചിട്ട് ആദ്യം ഇതൊക്കെ കാണിക്കും. എന്തിനാ പോണ്, ഉമ്മാനെയൊക്കെ പോയിന്ന് കാണണമെന്നുണ്ട്, 10 ദിവസം നിക്കണം എന്നുണ്ട്. അങ്ങോട്ട് ആലോചിക്കുമ്പോ പോവാൻ തോന്നില്ല എന്നാ പറയണവര്. വരാനും പോകാനും അവരെല്ലാം ഉള്ളത്. ആയിക്കോട്ടെ, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? വരണില്ല. വരാത്തവര് ഇനി വായോ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ടാ. അപ്പൊ അവര് വരുന്ന നേരത്ത് മോള് മോന്തയും വീർപ്പിക്കണ്ട, ഒന്നും വീർപ്പിക്കാൻ. വരുന്ന നേരം 10 ദിവസത്താ സ്കൂള് തുറന്നിട്ട് വന്നില്ല, മദ്രസ ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊക്കെ തന്നെ വരുള്ളൂ, അല്ലാണ്ട് വരവൊന്നുമില്ല. താത്താക്ക് ആകെ ഒരെണ്ണം തന്നെ ഉള്ളൂട്ടെ മോളെ. നല്ല പോലെ ഒന്ന് എന്റെ താത്താനെ നോക്ക്. പെൺകുട്ടികൾ വരുമ്പോ തന്നെ ഉണ്ട്. ആ പെൺകുട്ടികൾക്ക് അവിടത്തെ ഉമ്മാനെയാണ് നോക്കുക, ഇവിടത്തെ ഉമ്മാടെ കടമ നിനക്കാണ്. അതുകൊണ്ട് മോള് എൻ്റെ താത്താനെയൊക്കെ നല്ല പോലെ സ്നേഹിക്ക്. ഗവൺമെന്റ് ആശുപത്രിക്കൊന്നും നീ ഇടാണ്ട് ബസ്സിൽ കയറ്റി പോവോ അങ്ങനെ ഇങ്ങനെ നോക്കണ്ടട്ടാ. ഇനി ഇതിനും വെച്ച് വയ്യാണ്ടായ നീ എന്താ ചെയ്യാ? മറച്ച് വെച്ചിട്ട് വാതിലടച്ചിട്ട് ഇടും. അവിടെ ഉണ്ട് പറയും. വന്നപ്പോഴല്ലേ കിടക്കിട കോലം കണ്ടത്. എന്നോട് നിൽക്കാൻ പറയണു പാവം. അവള് പോയി ഒരാഴ്ച നിൽക്കട്ടെ, എനിക്ക് ഇവിടെ നിൽക്കുന്നു. അപ്പൊ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറയണേ. അവള് പോട്ടെ, അവൾ വീട്ടിലെല്ലാരും വന്നിട്ടുണ്ട്, അവൾക്കും ഉണ്ടാവൂലേ പൂതി. പൊക്കോട്ടെ, നീ ഇവിടെ നിൽക്കണി, 2 ദിവസം നിൽക്കുന്ന് പറയണ. എനിക്ക് അവിടെ പേരക്കുട്ടികളും മക്കളും എല്ലാം കൂടി ഞാൻ വെറുതെ അങ്ങനെ വന്നപ്പോ ഒന്ന് കാണാൻ വന്നല്ലേ, ഞാൻ അവിടെ പറഞ്ഞിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് മോള് അതുകൊണ്ട് അനുസരിച്ച് നിൽക്ക്. മോൾക്ക് ഇവിടെ ആരുടെ ശല്യം ഇല്ല, എൻ്റെ താത്ത മാത്രം തന്നെ ഉള്ളൂ. മക്കള് വരുന്ന കാലത്തല്ലേ വല്ലപ്പോഴും. അല്ലാണ്ട് മോൾക്ക് ഇപ്പൊ നിന്റെ ഇഷ്ടമല്ലേ ഇവിടെയൊക്കെ, എല്ലാം നിന്റെ ഇഷ്ടം. അപ്പൊ അതിന് നീ പൊന്നുപോലെ നോക്കും മോളെ. നാളെയും മോളൊരു ഉമ്മയാകും, ഒരു അമ്മായിമ്മയും ആകും. അപ്പൊ ഇന്ന് നിനക്ക് ആ താത്തമ്മാനെ നോക്കിയാൽ നാളെ നിന്റെ മക്കള് നിന്നെ നോക്കും. അതന്നെ എനിക്ക് പറയാനുള്ളൂ. എന്നാ ഞാൻ പോട്ടേട്ടാ. ഇത്തടമരവൾക്ക് നല്ല കണക്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പറയുമ്പോ അതിന് മനസ്സിലാകണൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഇത്ത എന്തുണ്ടെങ്കിലും അവളോട് പറയും. അവളെ വിളിച്ചിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അതിന് അത്രക്കുള്ള വിവരവും പക്വതയൊന്നും ആയിട്ടില്ല. ഇതൊന്നും ചെറിയ പെൺകുട്ടിയല്ലേ, അതിനറിയില്ല. അപ്പൊ ഇത്ത ഇടക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയും. എല്ലാം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊക്കെ അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായപ്പോൾ അവൾക്കൊരു കുറ്റബോധം പോലെ തോന്നി. പിന്നെ അവള് ഡോക്ടറെ അടുത്തേക്ക് നാളെ കൊണ്ടുപോയില്ലെങ്കിൽ ഒരു ഫോൺ എനിക്ക് വിളിച്ചാൽ മതി. ഞാൻ വന്നിട്ട് എന്താ വേണ്ടത് നോക്കാം. അത്രയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആൾക്ക് കുറ്റബോധമായി. അത്രയ്ക്കുള്ള വിവരം ഇല്ല. അതാണ്. വിവരം ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ലല്ലോ. ആശുപത്രിക്ക് പൊക്കോ. ഭയങ്കര വിഷമായിട്ടുണ്ട്. കുറെ ചീത്ത പറഞ്ഞതായി. എന്നെ പാവം തോന്നുന്നുണ്ട്. ഇനിയിപ്പോ സാരില്ല, നാളെ ഡോക്ടറെ അടുത്തേക്ക് പോയില്ല അങ്ങോട്ട് തന്നെ പോകാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അറിയണ്ട, ഒന്ന് ഫോൺ ചെയ്യും. ഞാൻ വന്നിട്ട് ഞാൻ കൊടുത്തോണ്ട്. എന്താ അത്ര ഇതാകാൻ പാടില്ല. താത്താക്ക് സാമർത്ഥ്യം ഇല്ലാത്ത കാരണ്ട. സാമർത്ഥ്യം വേണ്ട, നമ്മുടെ മക്കളാണ് അവര്. അതേപോലെ അവൾക്ക് ഇന്ന് തോന്നണ്ടേ. ഗവൺമെന്റ് ആശുപത്രിക്ക് പോകാനും മരുന്ന് വാങ്ങാനും ഇതൊക്കെ പറയാൻ അറിയുന്ന ആൾക്ക് ഒന്ന് കൊണ്ടുപോകൂടെ പിന്നെ. അപ്പൊ ഒരുപാട് പാവത്താനാകണ്ട. ഇത്തിരിയൊക്കെ ഒരു ഇത് വേണം. അതുകൊണ്ടാണ് അവള് നിന്നെ നല്ലോണം മെക്കിട്ട് കയറിട്ട് വരുന്നത്. ഇന്ന് ശരി എത്താ, സമയം ഇതേ ആയി. ഇന്ന് ഞാൻ ഇറങ്ങട്ടേട്ടാ, പറഞ്ഞ പോലെ. പോയില്ലെങ്കിലേ നാളെ എനിക്ക് വിളിക്കാൻ മറക്കരുത്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് നിൽക്കും ഇവിടെ. പിള്ളേര് അന്വേഷിക്കില്ലേ. എന്തിനിപ്പൊ തന്നെ ധൃതി കാണിക്കുന്നത്? സമയമൊന്നും ആയിട്ടില്ലല്ലോ. ഇനി കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോച്ച തൂണൊക്കെ കഴിഞ്ഞിട്ട് പോവാ. ഇരിക്കേ. ഇല്ലത്താ, പിള്ളേര് അന്വേഷിക്കും. നേരം ഒരുപാടായില്ലേ, കൊറേ നേരമായി. വന്നൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ട് വേഗം കയറിയതാ. ഇത്ര നേരമായില്ലേ. അപ്പൊ പോട്ടേട്ടാ. നിക്ക്, ഞാനും വരാനുണ്ട്. എടുക്ക്, ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്ക്. കൊണ്ടു തന്നാല് ഭക്ഷണമൊക്കെ കഴിക്ക്. ഭക്ഷണം കഴിക്കാണ്ടാണ് ഒരുപാട് ക്ഷീണം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ നേരത്തിന് കഴിക്ക്. നാളെ ഡോക്ടർക്ക് പോയി വന്നിട്ട് മരുന്നൊക്കെ കറക്റ്റായി കഴിക്കിട്ടാ. ശരി എന്നാ. എനിക്കൊന്നും വേണ്ട, കിടക്ക്, റെസ്റ്റ് കിടക്ക്. അടിച്ചവനെ എല്ലാം നല്ലതാക്കി തറപ്പേ. എൻ്റെ മരുകൾക്ക് നല്ല ബുദ്ധി കൊടുക്കറപ്പേ. നല്ല ഫോണാണ്, നമുക്ക് നല്ല ബുദ്ധി പഠിച്ചവനെ നീ കൊടുക്കും. അല്ലോ.